ഇപ്പോൾ കേരളത്തിൽ വി ഡി സതീശൻ മന്ത്രിസഭ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത്? കേരളത്തിൻ്റെ അവസ്ഥ, യു ഡി എഫിന് വോട്ട് ചെയ്ത ജനങ്ങളും കോൺഗ്രസിലും യു ഡി എഫിലുമുള്ള രാഷ്ട്രീയ നേതാക്കൾ, അതിൻ്റെ വലിയ തോതിലുള്ള പ്രവർത്തകർ, ജനങ്ങൾ അബദ്ധമായി പോയി യു ഡി എഫ് ജയിച്ചത് എന്ന അഭിപ്രായത്തിലാണ് ചെന്നെത്തിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 8-9 തീയതികളിൽ സംസ്ഥാന വ്യാപകമായും അതിൻ്റെ ഭാഗമായി ഞങ്ങൾ കളമശ്ശേരി ഏരിയയിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, മറ്റ് പാർട്ടി സഖാക്കൾ ഭവന സന്ദർശനത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ സമയമെടുത്ത് തന്നെ ഓരോ വീടുകളിലും പോയി അവരുടെ രാഷ്ട്രീയ മനോഭാവവും ഇപ്പോൾ ഉള്ള രാഷ്ട്രീയത്തിലുള്ള അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ ക്ഷണിക്കേണ്ടായി. എന്തൊക്കെ തെറ്റുകളാണ് വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് ഇപ്പോൾ 2 മാസത്തിനുള്ളിൽ വന്ന തെറ്റുകൾ എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടങ്ങി വെച്ച അത് വലിയ ഒരളവോളം നടപ്പാക്കിയതും ഇനി പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള പദ്ധതികളെല്ലാം പൊളിക്കുന്ന ഒരു സമീപനം വി ഡി സതീശൻ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സാമൂഹ്യ പെൻഷൻ. ആ സാമൂഹ്യ പെൻഷനോട് അവർ കാണിക്കുന്ന അനീതി പൊറുക്കാൻ പറ്റാത്തതാണ്. 60, 70, 80, 85, 90 വയസ്സ് പ്രായമുള്ള, എഴുന്നേറ്റ് നടക്കാൻ ശേഷിയില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ പെൻഷൻകാരോട് തന്നെ അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടായി. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ വഴി വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാവുന്ന പദ്ധതി ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ സഹകരണ ബാങ്കുകൾ വഴി. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ CPIM LDF മാത്രമല്ലല്ലോ ഭരിക്കണത്. ഏറെയും കുറഞ്ഞ നിലയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ബാങ്കുകളുണ്ട്. ആ ബാങ്കുകൾക്ക് അത് വിതരണം ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തത് അതൊരു ജനകീയ പ്രസ്ഥാനമാണ്. അപ്പോൾ അവർ മുന്നിൽ നിന്ന് ചെയ്യുമ്പോൾ നല്ല നിലയ്ക്ക് അത് നിർവഹിക്കും എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഇതുവരെ അവർ നന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ബാങ്കാണെങ്കിലും, കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണെങ്കിലും, BJP ഭരിക്കുന്ന ബാങ്കുകളാണെങ്കിലും സർക്കാർ എടുത്ത തീരുമാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാറ്റേണ്ട കാര്യം എന്താ? അത് മാറ്റി ഷെഡ്യൂൾഡ് ബാങ്കുകളിലേക്കോ അല്ലെങ്കിൽ ആ ബാങ്കിൽ പോയി വാങ്ങിക്കണമെന്ന തീരുമാനം എടുക്കുന്നത് ഈ പാവപ്പെട്ടവർ ദ്രോഹിക്കലാണ്. ആ ദ്രോഹം തെറ്റാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. 1. 2, മഞ്ഞ കാർഡുകാർക്കും പിങ്ക് കാർഡ് ഉള്ള കുടുംബിനികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കാൻ LDF ഗവൺമെൻറ് തീരുമാനിച്ചു. 2 മാസം അത് കൊടുത്തു. അത് വേണ്ടെന്ന് വെച്ചു ഈ സർക്കാർ. 60 ലക്ഷത്തോളം വരുന്ന കുടുംബിനികൾക്ക് ലഭിക്കുന്ന ആ ആനുകൂല്യമാണ് വേണ്ടാന്ന് തീരുമാനിച്ചത്. മഞ്ഞക്കാർഡും പിങ്ക് കാർഡും എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടി കിടക്കുന്ന സാമ്പത്തിക നിലയുള്ളവരാണ്. അപ്പോൾ പാവപ്പെട്ടവരെ അങ്ങനെ ഉപേക്ഷിക്കുകയാണ്. ഇപ്പോൾ സ്കൂളുകളിൽ പോഷകാഹാരം കൊടുക്കുന്ന പദ്ധതി വെള്ളത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അതവർ കൊടുക്കണില്ല. അത് ഏതാനും നാളുകൾ കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് നിലയ്ക്കും. കൊച്ചുകുട്ടികൾക്ക് കിട്ടുന്ന പോഷകാഹാരം അത് നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് ഇവരുടെ തീരുമാനം പോവുകയാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വികസന പദ്ധതികൾ കേരളത്തിലെ ചരിത്രത്തിലാദ്യമായി 1 ലക്ഷത്തോളം കോടി രൂപ മുടക്കിയ ബൃഹത്തായ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട് നടന്നത്. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, അതുപോലെയുള്ള പദ്ധതികൾ, മെട്രോയുടെ 2-3 ഘട്ടങ്ങൾ, ഇതെല്ലാം അത് ആ കിഫ്ബിയുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ ആസൂത്രണം ചെയ്താണ്. അത് പൊളിച്ചു. ഇനി കിഫ്ബി വേണോ
എന്ന് ഗവേഷണം നടത്താൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ കേരളത്തിൻ്റെ വികസനം വേണ്ട എന്ന നിലയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. PM ശ്രീ പദ്ധതി സംബന്ധിച്ചിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കി കഴിഞ്ഞല്ലോ. അത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? സതീശനും വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് തലയൂരാൻ പറ്റൂല, അത് LDF ഗവൺമെൻറ് കൊണ്ട് തലവെച്ച് കൊടുത്തു, ഇനി അത് പിൻവലിക്കാൻ പറ്റൂല എന്നാണ്. അത് കോൺഗ്രസിൻ്റെ രാജ്യസഭാ മെമ്പർ തന്നെ ചോദ്യം ചോദിച്ചു, കേന്ദ്ര മന്ത്രി അതിന് മറുപടിയും കൊടുത്തു കഴിഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, അതിൽ നിന്ന് പിൻവാങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിലും ലീഗിലും അടിയാണ് എന്ന് പറഞ്ഞാൽ VD സതീശൻ സവർക്കറുടെ ശിഷ്യനാണ്. VD സവർക്കർ ആ BJPയുടെ മാളത്തിലേക്ക് കോൺഗ്രസിനെയും UDFനെയും കൊണ്ടുപോവുകയാണ് അയാൾ. PM ശ്രീ പദ്ധതി അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അതാണ് കാര്യം. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഇപ്പം യഥാർത്ഥത്തിൽ നയിക്കുന്നത് BJP ആണ്. ഗവർണർ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇപ്പോൾ സർവകലാശാലകളുടെ വൈസ് ചാൻസലറുടെ തീരുമാനിച്ചത് ഗവർണറാണ്. വിട്ടുകൊടുത്തില്ലേ? RSSൻ്റെ സർവ്വ അജണ്ടയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കാൻ പോകുന്നത് സതീശനാണ് അതിൻ്റെ പ്രധാന വക്താവ്. ജനങ്ങൾ നോക്കിയിരിക്കുകയല്ലേ. ഇതെല്ലാം കേരളത്തിനെതിരാണ്, കേരളത്തിൻ്റെ മതേതര സംസ്കാരത്തിനെതിരാണ്. അല്ല, മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ പേടി തോന്നുന്നില്ല? മുഖ്യമന്ത്രി തനി നുണ പറയുന്ന ആളാണ്. ഇന്നലെ മിനിയാന്ന് പറഞ്ഞല്ലോ, ഓഖി ദുരന്തമുണ്ടായിട്ട് അത് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കേണ്ട സാമ്പത്തിക ബെനഫിറ്റ് കൊടുത്തു സർക്കാർ. ഇപ്പം ഇയാൾ പറയണത് എന്താ? 7 മാസം കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ ഒരു നിയമം കിടക്കണമെന്നാണ്. അപ്പോൾ ഞങ്ങൾ പുതിയൊരു സംരംഭം കൊണ്ടുവരണമെന്നാണ്, വേഗം കൊടുക്കാൻ വേണ്ടി. അങ്ങനെയല്ല, ഓക്കി വന്നു കഴിയുമ്പോൾ തെളിയിച്ച് കഴിഞ്ഞ് 7 വർഷം വേണ്ട, 7 മാസവും വേണ്ട, ഇപ്പം തന്നെ കൊടുക്കാം. അത് പിണറായി വിജയൻ വേണ്ടി നടപ്പാക്കിയതാണ്. എന്നിട്ട് അത് ഒളിച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ പുതിയ പദ്ധതി കൊണ്ടുവരാൻ പോകണമെന്നാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കള്ളത്തരമാണ് ഇയാൾ ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള മുഖ്യമന്ത്രി പദവിയിലിരുന്നുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. സത്യവും നീതിയും നടപ്പാക്കേണ്ട ആളാണ് മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും നുണ പറയുന്നവരായി മാറിയിരിക്കണം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ആരോഗ്യമന്ത്രി കരുണാകരൻ്റെ മോനാണ്. DYFI വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന പൊതിച്ചോറ് വിതരണം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ്, കാമ്പസിനകത്ത് കടത്തൂല എന്ന് പറഞ്ഞ്, എവിടെ പോയി? ശരിക്കും യൂട്ടേൺ അടിച്ചേക്കല്ലേ. ഇങ്ങോട്ട് വരട്ടെ, ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ മുമ്പിലിറങ്ങും. അത് വേണ്ടാന്ന് തീരുമാനിച്ചു. അതിപ്പോൾ മനസ്സിലാക്കിയിട്ട് പതുക്കെ പിൻവാങ്ങിയിരിക്കുക. ഇവർ പ്രഖ്യാപിക്കുകയും പിൻവാങ്ങുകയും യൂട്ടേൺ അടിക്കുന്ന ഒരു ഗവൺമെൻറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തെക്കുറിച്ച് പഠിക്കണില്ല. അല്ല, കരുണാകരൻ്റെ എന്തെങ്കിലും ഗുണങ്ങൾ എന്താണ് മുരളീധരൻ മിനിസ്റ്റർക്ക് ഉണ്ടായി? കരുണാകരൻ്റെ അറിയാമല്ലോ, രാജനെ ഉരുട്ടിക്കൊന്ന ആഭ്യന്തരമന്ത്രിയായിരുന്നു കരുണാകരൻ അടിയന്തരാവസ്ഥ കാലത്ത്. അപ്പോൾ നല്ല മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ആ കരുണാകരൻ്റെ മകനാണ് ഇന്നത്തെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തത്, അല്ല ആരോഗ്യം കൈകാര്യം ചെയ്യണത്. ആ ആരോഗ്യ വകുപ്പ് ഈ കോലത്തിലാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തോരം പേരാണ് ഇല്ലേ, എലിപ്പനി വരെയാണ്, മലമ്പനി, പകർച്ചവ്യാധികൾ മുൻപ് ഒരിക്കലും ഇല്ലാത്ത വിധം ബാധിച്ചിരിക്കുകയല്ലേ. ആരോഗ്യ പ്രവർത്തനം എവിടെ കിടക്കുന്നത്? ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി വീണ ജോർജിനെയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്താണ് കെ മുരളീധരനെ ഇതാക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പം അറിയാലോ, ദുരന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കേരളത്തിനെ രക്ഷിക്കാൻ ഒരുമ്പിട്ടിറങ്ങി രാത്രിയും പകലുമില്ലാതെ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിലും പോയി രോഗികളെ നേരിട്ട് കണ്ടു, ഉദ്യോഗസ്ഥന്മാരെ നേരായ നിലക്ക് ഉപയോഗപ്പെടുത്തിയും ആ
പകർച്ചവ്യാധികളെയൊക്കെ തടയുന്നതിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് വീണ ജോർജ്. ആ വീണ ജോർജിൻ്റെ അരികിലെത്താൻ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. അതാണ് നില. അല്ല, ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി CP ജോണിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഇപ്പം എവിടെ പോയി? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് യാത്ര. കടക്കടിയിലേക്ക് പോവുകയാണ് വീണ്ടും KSRTC. അതിനെ രക്ഷിച്ച് നേരെ നിൽക്കാൻ പറ്റുന്നവർക്ക് ലാഭത്തിലാക്കിയതാണ് ഗണേഷ് കുമാർ. തവിട് പൊടിയാക്കി വീണ്ടും ഭാരിച്ച ബാധ്യതയിലേക്കും കടക്കണിയിലേക്കും KSRTCയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് ഈ 2 മാസം കൊണ്ട് എത്തിപ്പെട്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ തെളിവ് പോലും വേണോ? ഗണേഷ് കുമാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ CP ജോൺ എങ്ങനെയുണ്ട്? 1000 ഭേദമല്ലേ, പറയേണ്ട കാര്യമുണ്ടോ? വർഷങ്ങളായി തകർന്ന് തരിപ്പണമായി കിടന്നിരുന്ന KSRTCയെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിയത് ഗണേഷ് കുമാറാണ്. അതിന് നേതൃത്വം കൊടുത്തത് LDF ആണ്. സത്യമല്ലേ? വേറെ ചോദ്യം സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് പാരയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരുന്ന പദ്ധതി വിഹിതം 2 മാസം കിട്ടിയുള്ളവർക്ക് അതും വലിയ തോതിൽ വെട്ടിക്കുറച്ച്. കളമശ്ശേരി മുനിസിപ്പാലിറ്റി തന്നെ 6.5 കോടി രൂപയാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഈ മുനിസിപ്പാലിറ്റി UDF ആണ് ഭരിക്കുന്നത്, ഞങ്ങൾ പ്രതിപക്ഷത്താണ്. എങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ എന്ന നിലക്ക് ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ റോഡ് നന്നാക്കാൻ, ജനങ്ങളുടെ സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി പദ്ധതി വിഹിതമായി തന്നത് വെട്ടിക്കുറച്ചിരിക്കുന്നത് സതീശൻ. അതിനെതിരായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 3-4 തീയതികളിൽ ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിരുന്നു. കാലാവസ്ഥ വ്യതിയാനം വന്നതിനെ തുടർന്ന് അത് മാറ്റിവെച്ചു. 14-ാം തീയതി പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും പ്രകടനവും പ്രതിഷേധം നടത്തിയിരുന്നു. ഈ പദ്ധതി വിഹിതം അനുവദിച്ചു തരണം, വെട്ടിക്കുറച്ച് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. വേറെ കാര്യത്തെ ഒരു രീതിയിൽ തമാശ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ VD സതീശൻ്റെ ജീവിതം ഒരു സിനിമ ആക്കുകയാണെങ്കിൽ, അതായത് മുഖ്യമന്ത്രി VD സതീശൻ്റെ ജീവിതം ഒരു സിനിമ ആക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് എന്ത് പേരിടും? കോമാളി ഭരണം എന്ന് പേരിടുന്നു. അത്രയ്ക്ക് മോശമാണ്. അത്രയും മോശമാണ്. അയാൾ അദാനിയിലെ സമ്പന്നന്മാരുടെ പുറകെ നടക്കുകയാണ്. അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് കണക്കാക്കി കേരളത്തിലെ സാമാന്യ ജനത്തിനെ മറന്നു കളഞ്ഞിരിക്കുന്നു VD സതീശൻ. കോമാളിത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പറയുകയും നാളെ അത് നിഷേധിക്കുകയും വേറെ നുണ പറയുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയായി സതീശൻ മാറിയിരിക്കണം. നമ്മൾ ബോബനും മോളി എന്ന് കേട്ടിട്ടില്ലേ മനോരമയിൽ? അതിനേക്കാളും കഷ്ടമാണ് മുഖ്യമന്ത്രിയുടെ നില. അതേപോലെ തന്നെ പിണറായി വിജയൻ്റെ ജീവിതം ഒരു സിനിമ ആക്കുകയാണെങ്കിൽ എന്താ പേരിടുക? ധീരതയുടെ പ്രതീകം, മറ്റൊന്നുമല്ല. ധീരതയുടെ പ്രതീകമാണ് പിണറായി വിജയൻ. പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ജീവനും അദ്ദേഹത്തിൻ്റെ ജീവിതവും സമർപ്പിച്ചു. സിനിമയുടെ പേരെന്താണ്? സിനിമയുടെ പേര് ജീവിതമാക്കുകയാണെങ്കിൽ സിനിമയുടെ പേരെന്താണ്? ധീരതയുടെ പ്രതീകം. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ആളെ അധികം കാണുന്നില്ല, വലിയ വിമർശനങ്ങൾക്ക് വന്നപ്പോൾ വിജയുടെ എന്താണ് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ CJP സമരത്തിൻ്റെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ അദ്ദേഹം കാണുന്നില്ല, എവിടെ പോയി എന്നൊക്കെ പലരും ചോദിക്കുന്നത്. എന്താണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുന്നത്? ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. തൂണിലും തുരുമ്പിലും ജനങ്ങൾക്കിടയിലുള്ള വിഷയങ്ങൾ പാർലമെൻറ്റിനകത്തും രാജ്യത്തും ഏറ്റെടുത്ത് ഈ ഗവൺമെൻറ്റിനെതിരായി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ടയാളാണ് അദ്ദേഹം. പക്ഷെ പല നിർണായക ഘട്ടങ്ങളിലും അദ്ദേഹത്തെ കാണാനില്ല. എവിടെയാണ് പോയതെന്ന് അറിയില്ല. ഒളിവിലാണോ, വിദേശത്താണോ, ഗുഹയിൽ പോയിരിക്കണോ, ഒന്നും അന്വേഷിച്ചിട്ട് പിടികിട്ടത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ നില. മാത്രമല്ല, ഈ നീറ്റ് പരീക്ഷ നടന്നു ഇത്ര കൊള്ളരുതായ്മയുണ്ടായി. CJP എന്ന സംഘടന വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട്, അത് ഇടതുപക്ഷവും വലതുപക്ഷവും
സർവ്വ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നിലുള്ള കോടിക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇളകി മറിഞ്ഞ് പാർലമെൻറ്റിന് മുമ്പിലേക്ക് വന്നത്. ഇയാളെവിടെയായിരുന്നു? BJP അധിക്ഷേപിച്ചതുപോലെ ഇവരെ വിശ്വസിക്കാറുള്ളൂല്ല. ഇവർ വിദേശചാരന്മാരാണ്, ഇവർ BJPയുടെ ഏജൻ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ CJPയെ ആക്ഷേപിക്കുന്ന രംഗത്താണ് നമ്മൾ കണ്ടത് പ്രതിപക്ഷ നേതാവിനെ. പക്ഷേ അയാൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് തെറ്റി. രാജ്യത്തെ ജനങ്ങളാകെ വിദ്യാർത്ഥികളാകെ ഇളകി മറിഞ്ഞ് BJP ഗവൺമെൻറ് നിലംപൊത്തും എന്ന് കണ്ടപ്പോൾ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി ഒരു ദിവസം CJP സമരത്തിൻ്റെ ഒപ്പം പ്രത്യക്ഷപ്പെടുക. എന്നിട്ട് എട്ടുകാലി മമ്മൂഞ്ച്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രമുണ്ട്, ഇതിൻ്റെയൊക്കെ ആൾ ഞാനാണ് എന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ആ രംഗത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. അതാണ് രാഹുൽ ഗാന്ധി. ഒരു ബഫൂണാണ്. ഈ സതീശൻ പറഞ്ഞു കേട്ടിട്ടാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പോണത്. ഇതാണ് അല്ല, അയാൾക്ക് അങ്ങനെ നയിക്കാൻ പറ്റും? ഇതാണ് ഇന്ത്യ അകപ്പെട്ടിരിക്കുന്ന വിനാശത്തിൻ്റെ മറ്റൊരു ചിത്രം. ഇപ്പൊ ഭാവിയിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? അയാൾക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല. BJP ഗവൺമെൻറ് നിലംപൊത്തിയാൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടുകെട്ട് അവർ തീരുമാനിക്കുന്ന കൊള്ളാവുന്ന ഒരു നേതാവ് പ്രധാനമന്ത്രിയായി വരുന്നതായിരിക്കും നല്ലത്. ഇയാളെ കൊണ്ടൊന്നും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അതായത് ചിലപ്പോൾ നിലവിലില്ലേ ഒരു നല്ല നേതാവ് എന്ന് പറയാൻ കോൺഗ്രസ്സിൽ പറയാൻ പറ്റുന്ന നേതാക്കന്മാരൊക്കെ ആരൊക്കെയെന്ന് പറയാം, അങ്ങനെ എന്ത് ആരെ പേര് പറയാം? അതിന് പറ്റിയ നിലക്ക് ഒരാളെ കാണുന്നില്ല. അതിന് പറ്റിയ ഒരാളെ കോൺഗ്രസിനകത്ത് നിന്ന് കണ്ടെത്താനില്ല. അതാണ് നല്ല ഒരു പേര് പോലും നിലവിലില്ല. ഒരു പേര് പോലും പറയാൻ കേരള കോൺഗ്രസിൽ ഒരു പേരും ഇല്ല. കേരള കോൺഗ്രസ് അല്ലല്ലോ കോൺഗ്രസ്സിൽ അതിന് പറ്റിയൊരു നേതാവിനെ നിർദ്ദേശിക്കാനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കാണുന്നില്ല. അതാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ BJPയിൽ ഭയങ്കര ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിനെ കുറിച്ചിട്ടാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ. എന്താണ് സുരേഷ് ഗോപിനെ കുറിച്ചിട്ട് നിലവിൽ പറയാൻ പറ്റുന്നത്? സുരേഷ് ഗോപി ഇതിനേക്കാളും കഷ്ടമാണ്. ഒരു കോമാളിയനായിരുന്നു. കണ്ടിട്ടില്ലേ? തനി കോമാളി. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെ ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ BJP ആയിട്ട് അയാൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അയാൾ BJP പോലും അല്ല. അതാണ് തരാം.